എക്സൽ ബേസിക് ട്രെയിനിങ് എന്ന പ്ലേലിസ്റ്റിലൂടെ കുറെ ഇമ്പോർട്ടൻ്റ് ആയ എക്സൽ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. അതിലൂടെ HLOOKUP ഫംഗ്ഷനും VLOOKUP ഫംഗ്ഷനും ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലാകട്ടെ VLOOKUP ഫംഗ്ഷൻ പരാജയപ്പെടുന്ന കുറെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്കായി ഡീറ്റെയിൽ ആയി വിവരിച്ചു തന്നു. കൂടാതെ അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായി ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ എക്സലിലെ ഈ പഴഞ്ചൻ ഫംഗ്ഷൻസിനോടെല്ലാം നമ്മൾ ഗുഡ് ബൈ പറയാൻ പോവുകയാണ്. അതായത് എക്സലിലെ ബെസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ലുക്കപ്പ് ഫംഗ്ഷനായ XLOOKUP ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ കൂട്ടുകാരെ, നിങ്ങൾ എക്സൈറ്റഡ് ആയോ? ആയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്ക്. ആൻഡ് ലെറ്റ് us ഗോ ടു അവർ എക്സൽ വർക്ക് ബുക്ക്. ഒരു പ്രോജക്റ്റ് ടീമിലെ എംപ്ലോയീസിന്റെ നെയിമും സാലറി ഡീറ്റെയിൽസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഈ എംപ്ലോയീസിന്റെ ഡിവിഷൻ ആൻഡ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായി HR ഒരു ഡാറ്റാബേസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഈ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിന്റെ നെയിം ലിസ്റ്റ് കോളം ഡിയിൽ തന്നിട്ടുണ്ട്. കൂടാതെ ആ എംപ്ലോയീസിന്റെ ഡിവിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സ്റ്റാർട്ട് ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റാബേസിൽ നിന്നും നമ്മുടെ പ്രോജക്റ്റ് ടീമിന്റെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യണം. കൂടാതെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ബോണസ് പെർസെൻറ്റേജ് അഥവാ ബോണസ് സ്കീം കാണാം. ഈ ഒരു ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ എംപ്ലോയീസിന്റെ ബോണസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് പെട്ടെന്ന് പ്രോജക്റ്റ് ടീം ഷീറ്റിലോട്ട് പോകാം. ആദ്യം നമുക്ക് എംപ്ലോയി നെയിമിന്റെ ഡിവിഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനായി നമുക്ക് HLOOKUP ഫോർമുല അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ C5 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഫോർമുല ബാറിൽ ഈക്വൽ HLOOKUP എന്ന് ടൈപ്പ് ചെയ്യുന്നു. HLOOKUP ഫംഗ്ഷൻ നമുക്കിവിടെ കാണാം. ടാബ് യൂസ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 6 ആർഗ്യുമെന്റ്സ് കാണാൻ സാധിക്കും. ലുക്കപ്പ് വാല്യൂ, ലുക്കപ്പ് അറേ, റിട്ടേൺ അറേ ആൻഡ് ലാസ്റ്റ് 3 ആർഗ്യുമെന്റ്സ് ഓപ്ഷണൽ ആണ്. ആദ്യത്തെ ആർഗ്യുമെന്റ് ലുക്കപ്പ് വാല്യൂ ആണ്. A5 സെല്ലിലെ എംപ്ലോയി നെയിം സനൂപ് കുമാർ ആണ് ലുക്കപ്പ് വാല്യൂ. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. കോമ. ഇനി ലുക്കപ്പ് അറേ ആണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നെയിം സെർച്ച് ചെയ്യേണ്ട നെയിം ലിസ്റ്റ് ആണ് ലുക്കപ്പ് അറേ. അത് നമ്മുടെ ഡാറ്റാബേസ് ഷീറ്റിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം. കോളം ഡിയിൽ നെയിം ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ സെലക്ട് ചെയ്യാം. അതിനായി കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ ഫോർമുല ബാർ നോക്കിയാൽ മനസ്സിലാകും D5 to D37 സെൽ റേഞ്ച് ആണ് സെലക്ട് ചെയ്തത്. നമ്മുടെ ഈ HLOOKUP ഫോർമുല മെയിൻ ഷീറ്റിൽ താഴോട്ട് ഡ്രാഗ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സെൽ റേഞ്ച് ചേഞ്ച് ആകും. അപ്പോൾ അത് ചേഞ്ച് ആവാതിരിക്കാൻ ഈ സെൽ റേഞ്ച് നമുക്ക് ഫിക്സ് ചെയ്യണം. അതിനായി നമുക്ക് F4 എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അത് ഞാൻ ഡീറ്റെയിൽ ആയി അബ്സൊല്യൂട്ട് ആൻഡ് റിലേറ്റീവ് റെഫറൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ഡാറ്റാബേസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഈ എംപ്ലോയി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുമ്പോൾ ഈ സെൽ റേഞ്ച് ചേഞ്ച് ആകും. അതായത് നമ്മുടെ HLOOKUP ഫോർമുല എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഈ റിസ്ക് ഒഴിവാക്കാനായി ഇവിടെ കൊടുത്ത ലുക്കപ്പ് അറേ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇനി ലുക്കപ്പ് അറേ ആയി കോളം ഡി സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഡാറ്റാബേസ് ഗ്രോ ചെയ്താൽ HLOOKUP ഫോർമുല അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സിലും നമുക്ക് ലുക്കപ്പ് അറേ കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കോമ കൊടുത്തിട്ട് റിട്ടേൺ അറേ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിവിഷൻ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഡിവിഷൻ ഉള്ളത് കോളം ബിയിലാണ്. അപ്പോൾ ഞാൻ കോളം ബി സെലക്ട് ചെയ്യുന്നു. ഇനി കോമ കൊടുത്തിട്ട് ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ് ആണ് കൊടുക്കേണ്ടത്. അതിൽ ആദ്യത്തേത് ഇഫ് നോട്ട് ഫൗണ്ട് ആണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന എംപ്ലോയി നെയിം ഈ ലുക്കപ്പ് അറേ ആയ കോളം ഡിയിൽ ഇല്ലെങ്കിൽ സെല്ലിൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്നാണ് ഈ ഇഫ് നോട്ട് ഫൗണ്ട് ആർഗ്യുമെന്റിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഞാനിവിടെ ഡബിൾ കോട്ട് കൊടുത്തിട്ട് നോട്ട് അവൈലബിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഡബിൾ കോട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്ട്രിംഗ് ആണ്, അതുകൊണ്ടാണ് ഡബിൾ കോട്ട് യൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങിന് പകരം നമ്പർ കൊടുക്കാം. അതിന് ഡബിൾ കോട്ടിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മാച്ച് മോഡാണ് കൊടുക്കേണ്ടത്. ഇവിടെയാണ് HLOOKUPും VLOOKUPും തമ്മിലുള്ള വ്യത്യാസം. അതായത് VLOOKUPിൽ ഡീഫോൾട്ട് ആയ മാച്ച് ടൈപ്പ് അപ്രോക്സിമേറ്റ് മാച്ച് ആണ്. അത് വളരെ അപകടമാണ്. അപ്പോൾ നമുക്ക് എക്സാക്ട് ലുക്കപ്പ് ചെയ്യണമെങ്കിൽ ആ മാച്ച് ടൈപ്പ് ഫോൾസ് എന്ന് നിർബന്ധമായി കൊടുക്കണം. എന്നാൽ HLOOKUPിലാകട്ടെ മാച്ച് മോഡ് ഡീഫോൾട്ടായി എക്സാക്ട് മാച്ചിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാക്ട് മാച്ച് ചെയ്യുമ്പോൾ ആ ആർഗ്യുമെന്റ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്ക് ഈ പ്രോബ്ലത്തിൽ എക്സാക്ട് മാച്ച് ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ മാച്ച് മോഡ് കൊടുക്കുന്നില്ല. കൂടാതെ സെർച്ച് മോഡും ഓപ്ഷണൽ ആണ്, അത് കൊടുക്കുന്നില്ല. ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം സനൂപ് കുമാറിന്റെ ഡിവിഷൻ യൂട്ടിലിറ്റി ആണ്. ഇനി ഈ ഫോർമുല ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ഞാൻ ഫിൽ ചെയ്യുന്നു. സൂപ്പർ ഫ്രണ്ട്സ്, നമ്മുടെ പ്രൊജക്ട് ടീമിലെ റോബ് എന്ന എംപ്ലോയി ഒഴികെയുള്ള എല്ലാവരുടെയും ഡിവിഷൻ നമുക്ക് ലഭിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇഫ് നോട്ട് ഫൗണ്ട് എന്ന ആർഗ്യുമെന്റിൽ നോട്ട് അവൈലബിൾ എന്നാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതായത് റോബ് എന്ന ലുക്കപ്പ് വാല്യൂ ഡാറ്റാബേസിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ നോട്ട് അവൈലബിൾ ആണ് ഡിവിഷനായി ലഭിച്ചത്. നമുക്കിവിടെ ലഭിച്ച ഡിവിഷൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതിനായി ഞാൻ ഷെബീബ് എന്ന നെയിം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ നെയിം ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് ഡാറ്റാബേസ് ഷീറ്റിൽ ഞാൻ സെർച്ച് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം ഷെബീബിന്റെ ഡിവിഷൻ ഗെയിം ആണ്. പ്രോജക്റ്റ് ടീം ഷീറ്റിൽ പോയാൽ ഇവിടെ നമുക്ക് ഗെയിം എന്ന ഡിവിഷൻ കാണാം. ഇനി ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കാണിച്ചു തരാം. ജെയിംസ് വില്ലാർഡ് എന്ന എംപ്ലോയിയുടെ ഡിവിഷൻ ഇവിടെ പ്രൊഡക്ടിവിറ്റി എന്നാണ് ലഭിച്ചത്. നമുക്കിത് ഡാറ്റാബേസ് ഷീറ്റിൽ സെർച്ച് ചെയ്യാം. നമുക്കിവിടെ കാണാം 2011 ജെയിംസ് വില്ലാർഡിന്റെ ഡിവിഷൻ പ്രൊഡക്ടിവിറ്റി ആണ്. ഈ സെയിം നെയിം ഞാൻ ഡാറ്റാബേസിൽ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം 2019 ജെയിംസ് വില്ലാർഡിന്റെ ഡിവിഷൻ ഗെയിം ആയിട്ടുണ്ട്. നമുക്കിവിടെ ലഭിച്ചത് പ്രൊഡക്ടിവിറ്റി എന്ന ഡിവിഷൻ ആണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് HLOOKUP ഇവിടെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് അഥവാ ഫസ്റ്റ് മാച്ചിങ് റിസൾട്ട് ആണ് തന്നത്. എന്നാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയ കറന്റ് ഡിവിഷൻ ലഭിക്കണമെങ്കിൽ ലാസ്റ്റ് മാച്ചിങ് അഥവാ ലാസ്റ്റ് ഇൻസ്റ്റൻസിലുള്ള റിസൾട്ട് ആണ് വേണ്ടത്. ശരിയല്ലേ? അത് നമുക്ക് സിമ്പിൾ ആയി കണ്ടുപിടിക്കാം. അതിനായി C5 സെല്ലിലെ ഫോർമുല ഞാൻ കോപ്പി ചെയ്യുന്നു. ഇനി കറന്റ് ഡിവിഷന്റെ D5 സെല്ലിൽ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ക്ലോസിംഗ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം രണ്ട് ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടില്ല. ആദ്യത്തേത് മാച്ച് മോഡാണ്. അപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് മാച്ച് മോഡ്. അവിടെ നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാച്ച് മോഡ് എംപ്റ്റി ആക്കിയിട്ട് ഞാൻ വീണ്ടും ഒരു കോമ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സെർച്ച് മോഡിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. ഡീഫോൾട്ട് വാല്യൂ 1 ആണ്, അതായത് സെർച്ച് ഫസ്റ്റ് ടു ലാസ്റ്റ്. എന്നാൽ നമുക്ക് വേണ്ടത് ലാസ്റ്റിൽ നിന്നാണ് സെർച്ച് ആരംഭിക്കേണ്ടത്, അതായത് ലാസ്റ്റ് ഇൻസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ രണ്ടാമത്തെ വാല്യൂ -1 കൊടുത്താൽ ഇറ്റ് സെർച്ചസ് ലാസ്റ്റ് ടു ഫസ്റ്റ്. അപ്പൊ -1 കൊടുക്കാം. ഇനി ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. ഇനി ഈ ഫോർമുല ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ഫിൽ ചെയ്യാം. സൂപ്പർ ഫ്രണ്ട്സ്, നമുക്കിവിടെ ജെയിംസ് വില്ലാർഡിന്റെ കറന്റ് ഡിവിഷനായ ഗെയിം ലഭിച്ചു. കൂടാതെ നമ്മുടെ പ്രൊജക്ട് ടീമിലെ ഷെബീബ് എന്ന എംപ്ലോയിയുടെ കറന്റ് ഡിവിഷനും ആദ്യം ലഭിച്ച ഡിവിഷനും ഡിഫറെന്റ് ആണ്. ഈ ഡിവിഷൻ ആൻഡ് കറന്റ് ഡിവിഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ട് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടി നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത്, നമ്മുടെ നെയിം കോളം അഥവാ ലുക്കപ്പ് അറേയുടെ ലെഫ്റ്റിലുള്ള വാല്യൂസ് ആണ് ഡിവിഷൻ. അപ്പോൾ അതാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. എന്നാൽ ട്രഡീഷണൽ VLOOKUP യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ HLOOKUP യൂസ് ചെയ്തുകൊണ്ട് ലുക്കപ്പ് അറേയുടെ ലെഫ്റ്റിലെയും റൈറ്റിലെയും വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഫാക്ട് എന്തെന്നാൽ, നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം കറന്റ് ഡിവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റിലുള്ള ഇൻസ്റ്റൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് HLOOKUP ഉപയോഗിച്ച് റിവേഴ്സ് ലുക്കപ്പ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ബോണസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് ബോണസ് സ്കീം ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാകും ബോണസ് സാലറി ബേസ്ഡ് ആണ്. 15,000 to 40,000 വരെ ബോണസ് ഒന്നുമില്ല, 0% ആണ്. അതേപോലെ 40,000 മുതൽ 60,000 വരെ 6% ആണ് ബോണസ് കൊടുക്കുന്നത്. ആൻഡ് 1 lakh മുതലാണ് സാലറി എങ്കിൽ 20% ബോണസ് ആണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിളായി സോൾവ് ചെയ്യാം. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനായി ഞാൻ E5 സെൽ സെലക്ട് ചെയ്യുന്നു. ഇനി ഫോർമുല ബാറിൽ ഈക്വൽ HLOOKUP എന്ന് ടൈപ്പ് ചെയ്യുന്നു. HLOOKUP ഫംഗ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ആർഗ്യുമെന്റ് ലുക്കപ്പ് വാല്യൂ ആണ്, അത് നമ്മുടെ സാലറി ആണ്, അത് ഞാൻ സെലക്ട് ചെയ്തു. കോമ ലുക്കപ്പ് അറേ, അതായത് നമ്മുടെ സാലറി ഉള്ള ലിസ്റ്റ് ആണ് ലുക്കപ്പ് അറേ. അത് സെലക്ട് ചെയ്യാനായി ഡാറ്റാബേസ് ഷീറ്റിലെ ബോണസ് സ്കീമിലെ സാലറി ലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ ലുക്കപ്പ് അറേ ഞാൻ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ലുക്കപ്പ് അറേ ഞാൻ ഫോർമുല ബാറിൽ സെലക്ട് ചെയ്തിട്ട് F4 പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡോളർ സിമ്പിൾ കൊണ്ട് നമ്മുടെ ഫോർമുല ഫിക്സ് ആയത് കാണാം. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ റേഞ്ച് കോൺസ്റ്റന്റ് ആയി തന്നെ ഇരിക്കും. ഇനി കോമ കൊടുത്തിട്ട് റിട്ടേൺ അറേ, അതായത് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, ബോണസ് ആണ്. അപ്പോൾ ഡാറ്റാബേസ് ഷീറ്റിലെ ബോണസ് സ്കീമിലെ ബോണസ് ഉള്ള ആ ലിസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു.
ഇനി ഫോർമുല ബാറിൽ ഈ റിട്ടേൺ അറേ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിനെ ഫിക്സ് ചെയ്യുന്നു. അതിനെ ഷോർട്ട് കട്ട് F4 ഞാൻ യൂസ് ചെയ്യുന്നു. ശേഷം കോമ കൊടുക്കുന്നു. ഇനിയുള്ള ആർഗ്യുമെന്റ് ഇഫ് നോട്ട് ഫൗണ്ട് എന്ന ആർഗ്യുമെന്റ് ആണ്. അത് കൊടുക്കൽ നിർബന്ധമില്ല. അപ്പോൾ ഞാൻ അത് എംപ്റ്റി ആക്കിയിട്ട് വീണ്ടും കോമ കൊടുക്കുന്നു. ഇനി മാച്ച് മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ഗെയിം. ഫോർ എക്സാമ്പിൾ ഇവിടെ സാലറി 41,000 ആണ്. ഡാറ്റാബേസ് ഷീറ്റിൽ പോയാൽ നമുക്ക് കാണാം 40,000 മുതൽ 60,000 ഇടയിലാണ് 41,000. അപ്പോൾ നമ്മുടെ ബോണസ് 6% ആയിരിക്കണം. ഇവിടെ മാച്ച് മോഡിന്റെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഒന്ന് നോക്കൂ. എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് സ്മോളർ ഐറ്റം. അതല്ലേ നമുക്ക് വേണ്ടത്. കാരണം 41,000ന്റെ എക്സാക്ട് മാച്ച് ഇവിടെ ഇല്ല. പക്ഷെ 41,000ന്റെ നെക്സ്റ്റ് സ്മോളർ ഐറ്റം അവിടെ കാണുന്ന 40,000 ആണ്. അതിന്റെ ബോണസ് അല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ആർഗ്യുമെന്റ് എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് സ്മോളർ ഐറ്റം സെലക്ട് ചെയ്യുന്നു. പതിവ് പോലെ സെർച്ച് മോഡ് ആർഗ്യുമെന്റ് ഓപ്ഷണൽ ആണ്. അപ്പോൾ ഞാൻ അത് കൊടുക്കാതെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി ഞാൻ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോർമുല താഴോട്ട് ഫിൽ ചെയ്യുന്നു. സൂപ്പർ ഫ്രണ്ട്സ്, നമ്മുടെ പ്രോജക്റ്റ് ടീമിലെ എല്ലാ എംപ്ലോയീസിന്റെയും ബോണസ് പെർസെൻറ്റേജ് നമുക്ക് ലഭിച്ചു. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 1 lakh ആൻഡ് എബോവ് സാലറി ഉള്ള നമ്മുടെ എംപ്ലോയീസിന്റെ ബോണസ് പെർസെൻറ്റേജ് 20 ആണ്, വിച്ച് ഈസ് വെരി മച്ച് ട്രൂ. അതുപോലെ 41,000 സാലറി ഉള്ള എംപ്ലോയിയുടെ പെർസെൻറ്റേജ് ആസ് എക്സ്പെക്റ്റഡ് 6 എന്ന് ലഭിച്ചു. ഫൈനലി ഈ HLOOKUP ഫംഗ്ഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറും കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. അതായത് VLOOKUPൽ അപ്രോക്സിമേറ്റ് മാച്ച് യൂസ് ചെയ്യുമ്പോൾ ലുക്കപ്പ് അറേ ഇവിടെയുള്ള സാലറി ലിസ്റ്റ് ഇൻക്രീസിങ് അഥവാ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് VLOOKUP ഫോർമുല കറക്റ്റ് വാല്യൂസ് റിട്ടേൺ ചെയ്യുകയുള്ളൂ. പക്ഷേ HLOOKUPൽ നമ്മുടെ ഈ ലുക്കപ്പ് അറേ ഏത് രീതി സോർട്ട് ചെയ്താലും അഥവാ ഷഫിൾ ചെയ്താലും നമുക്ക് സെയിം വാല്യൂസ് തന്നെ റിട്ടേൺ ചെയ്യും. നോക്കൂ, ഇവിടെ സെയിം വാല്യൂസ് തന്നെയാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇൻ ടോട്ടൽ HLOOKUP ഒരു മസ്റ്റ് ട്രൈ ഫംഗ്ഷൻ ആണ്. അത് നമ്മുടെ വർക്ക് എല്ലാം ഈസി ആക്കും. പക്ഷേ HLOOKUP നിലവിൽ ഓഫീസ് 365 ആൻഡ് Excel 2021 യൂസേഴ്സിന് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഫൈനലി ഫ്രണ്ട്സ്, നിങ്ങളാണ് എൻ്റെ സപ്പോർട്ടേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.